ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികളെ, സൃഷ്ടിച്ച് പരിപാലിച്ച് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ നമ്മുടെ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും ജീവിതത്തിൽ യഥാവിധം പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. യഥാവിധം റബ്ബിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിലും ഹിസാബിലും വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്ന വിശ്വാസികളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആരംഭിച്ച കാലം മുതലേ ഏതെല്ലാം വിധേന പ്രവാചകനെ തകർക്കുവാനും എതിർക്കുവാനും ഒക്കെ സാധിക്കുമോ അவ்விധേനയൊക്കെ ഖുറൈശികൾ, മുശ്രിക്കീങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളെ കളവാക്കുകയും പരിഹസിക്കുകയും അതെല്ലാം വെറും ജ്വൽപ്പനങ്ങളാണ് എന്നും ദുസ്വപ്നമാണ് എന്നും ജാലവിദ്യക്കാരൻ്റെ വർത്തമാനങ്ങളാണെന്നും ഏതോ കവികളും സാഹിത്യകാരന്മാരും എഴുതിക്കൊടുത്തതാണ് എന്നുമെല്ലാം പ്രവാചകനെക്കുറിച്ച് ആരോപണങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ ആളുകൾ കച്ചവടക്കാരായിരുന്നു. കച്ചവടത്തിന് വേണ്ടി നാട് നീളെ യാത്ര ചെയ്തവരായിരുന്നു. സിറിയയിലേക്കും യസ്രിബിലേക്കും തുടങ്ങി അവിടെ പ്രദേശത്തിൻ്റെ അടുത്തുള്ള മുഴുവൻ അറബ് രാജ്യങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്തവരായിരുന്നു, കച്ചവടം ചെയ്തവരായിരുന്നു ഖുറൈശികൾ. അങ്ങനെ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷം യാത്ര ചെയ്തപ്പോൾ ജൂതരെ കാണുവാനിടയാവുകയും ജൂതന്മാരുമായി ഇടപെടുകയും ജൂതന്മാരോട് ഇങ്ങനെ ഒരു പ്രവാചകനെക്കുറിച്ച് വർത്തമാനം പറയുകയും നിങ്ങൾ ഇതിനു മുമ്പ് പ്രവാചകന്മാരെ അയക്കപ്പെട്ട സമുദായമാണല്ലോ, ഞങ്ങളിലേക്ക് വന്ന പ്രവാചകൻ യഥാർത്ഥത്തിലുള്ള പ്രവാചകനാണോ എന്ന് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് തോൽപ്പിച്ച് കളയുവാൻ
ജൂതരുടെ പക്കൽ നിന്നും പ്രവാചകന്മാരെ കുറിച്ചുള്ള വർത്തമാനങ്ങളും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗണ്ണിക്കുവാൻ ആവശ്യമായ കാര്യങ്ങളും പഠിക്കുവാനും നേടിയെടുക്കുവാനും ഒക്കെ ഖുറൈശികൾ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ഖുറൈശികളോട് ജൂതർ കുറേ ചോദ്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുക. ഇതിന് സത്യസന്ധമായിട്ടാണോ അദ്ദേഹം ഉത്തരം പറയുന്നത് എങ്കിൽ അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനാണ്. ഇതിനൊന്നും ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം കള്ളപ്രവാചകനാണ് എന്ന് ജൂതന്മാർ പറയുകയാണ്. അതിൽ അതിപ്രധാനമായ ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് റൂഹിനെ കുറിച്ചായിരുന്നു, മറ്റൊന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചായിരുന്നു, മറ്റൊന്ന് ദുൽഖർനൈൻ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കാണാം. ഇങ്ങനെ ചില ചോദ്യങ്ങൾ ജൂതരിൽ നിന്നും പഠിച്ച് പ്രവാചകന്റെ അടുക്കൽ വന്ന ഖുറൈശികൾ ചോദിക്കുകയാണ്. പ്രവാചകൻ അന്വേഷിക്കുവാൻ അവിടെ ആ മക്കയുടെ പരിസരങ്ങളിലൊന്നും ജൂതർ ഇല്ല. അതുപോലെ ഇന്നിന്റെ കാലത്തെ സാങ്കേതിക വിദ്യകളൊന്നും പ്രവാചകന്റെ പക്കലില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നാളെ വരിക, നാളെ ഞാൻ ഉത്തരം നൽകാമെന്ന്. അങ്ങനെ ഖുറൈശികൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് പ്രവാചകനിൽ നിന്നും പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ അവരുടെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു. പ്രവാചകനോട് എന്തായി ഞങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് അന്വേഷിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വദൻ, നാളെ എന്ന് പറഞ്ഞ് വീണ്ടും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ഈ സംഭവം വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ഏകദേശം 40 ദിവസത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് വഹി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ഉത്തരം ലഭിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഖുറൈശികൾ പരിഹാസങ്ങൾ തൊടുത്തുവിട്ടു. എന്ത് പ്രവാചകനാണിത്? ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത, അള്ളാഹുവിൽ നിന്നും ഒന്നും അറിയാത്ത ഒരു പ്രവാചകനാണോ ഇത്? ഒന്നും നമ്മളോട് പറയുന്നില്ലല്ലോ. നാളെ എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണല്ലോ മുഹമ്മദ് ചെയ്യുന്നത് എന്ന് പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു. പ്രവാചകനെ പരിഹസിച്ചു. പ്രവാചകനെ അവിശ്വസിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ വിധത്തിലുമുള്ള പ്രേരണകൾ പ്രവാചകനെ വിശ്വസിച്ച ആളുകൾക്ക് നൽകിക്കൊണ്ടേയിരുന്നു. വഴിവക്കിലൊക്കെയും പ്രവാചകന് നേരെ പരിഹാസങ്ങൾ തൊടുത്തുവിടുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഒരുപാട് ദിവസങ്ങൾക്കൊക്കെ ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നത് പോലെ 40 ദിവസത്തിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് വരികയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നു, എവിടെയായിരുന്നു ജിബ്രീൽ? എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ അവർക്ക് നാളെ ഉത്തരം നൽകാമെന്ന് പറഞ്ഞയച്ചതല്ലേ? പിന്നെ എന്തേ താങ്കൾ വരാൻ വൈകി എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ ഞാൻ എങ്ങനെയാണ് പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വരിക? ആ റബ്ബിന്റെ കൽപ്പനയില്ലാതെ ഒരു മലക്കും ഇറങ്ങി വരുന്നില്ലല്ലോ. റബ്ബിന്റെ കൽപ്പനയുണ്ടായില്ല എന്ന് 19-ാം അധ്യായം സൂറത്തുൽ മറിയം 64 മുതലുള്ള വചനങ്ങളിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടി കൊടുക്കുകയാണ്. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫന വമാ ബൈന സാലിക് വമാ കാന റബ്ബുക നസിയ. നിന്റെ റബ്ബ്, ആ രക്ഷിതാവ്, നിന്റെ മുമ്പിലുള്ളതും അതുപോലെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടേത് മാത്രമാകുന്നു. വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് ഒന്നും തന്നെ മറന്നു പോകുന്നതല്ല, ഒന്നും വിസ്മരിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ
ഫഅബ്ദു വസ്തബിർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശഭൂമികളിലുള്ളതും അവൻ അതിന്റെ ഇടയിലുള്ളതിന്റെയും ഒക്കെയും രക്ഷിതാവാകുന്നു. ഫഅബ്ദുഹു, അവനെ മാത്രം ആരാധിക്കുക. വസ്തബിർ ലിഇബാദതിഹി, അവനോടുള്ള ആരാധനയിൽ അതിൽ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുക. ഹൽ തഅലമു ലഹു സമീയ, അവനെ ഒത്ത, അവനോട് പേരൊത്ത വല്ലവനെയും നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല, നിനക്കറിയുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിക്കൊണ്ട് ചോദിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മുശ്രിക്കീങ്ങളായ ഖുറൈശികളായ ആളുകൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. അത് വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ സൂക്തങ്ങളിൽ വ്യത്യസ്തമായ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇറക്കുകയാണ്. ഒന്നാമതായിക്കൊണ്ട് റൂഹുമായി ബന്ധപ്പെട്ടാണ്. റൂഹുമായി ബന്ധപ്പെട്ട അല്ലാഹു തആല 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 85-ാമത്തെ സൂക്തത്തിലൂടെ പറയുന്നു, യസ്അലൂനക അനിർ റൂഹ്, അവര് നിന്നോട് റൂഹിനെ കുറിച്ചാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്, ആത്മാവിനെ കുറിച്ചാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അത് നിന്റെ റബ്ബിന്റെ കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാകുന്നു ആ റൂഹിന്റെ വിഷയങ്ങളെന്ന് നീ അവരോട് പറഞ്ഞേക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. അതിലെന്തെങ്കിലുമൊക്കെ അല്ലാഹു തആല അറിയിച്ചു തന്ന അറിവിൽ നിന്നുള്ള അല്പമല്ലാതെ അറിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്ന് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് ഇന്ന് നമ്മൾ പാരായണം ചെയ്യേണ്ട, ഇന്ന് നമ്മൾ അധികം ആളുകളും പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിൽ ആ ഗുഹാവാസികളുടെ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ആ ചോദ്യം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ചെയ്തു കൊടുക്കുകയാണ്. പിന്നൊന്ന് ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാകുന്നു. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല അതും സൂറത്തുൽ കഹ്ഫിൽ തന്നെ 83-ാമത്തെ സൂക്തത്തിൽ യസ്അലൂനക അനിൽ ദുൽഖർനൈൻ, ദുൽഖർനൈനുമായി ബന്ധപ്പെട്ട് അവർ നിന്നോട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യങ്ങളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുക്കുകയും ആ ഖുറൈശികളോട് മറുപടി പറയാൻ പറയുകയും ഖുറൈശികളുടെ ചോദ്യങ്ങളിൽ അവർക്ക് മറുപടി കൊടുത്ത് അവരുടെ വായടപ്പിക്കുകയും ഒക്കെ ചെയ്യുവാനായി പ്രവാചകനോട് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ദിവസങ്ങളായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നില്ല? എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എടുത്തു? നാളെ വരാം എന്ന് പറഞ്ഞിട്ട് ഖുറൈശികളെ മടക്കിയേച്ച് അവരുടെ മുമ്പിൽ പരിഹാസ്യരായി മാറേണ്ട അവസ്ഥ എന്തുകൊണ്ട് വന്നു? അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫ് 23-24 വചനങ്ങളിൽ അല്ലാഹു തആല പറയുകയാണ്, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, നീ ഒരിക്കലും നാളെ ഇന്ന കാര്യം ചെയ്യാമെന്ന് ഒരിക്കൽ പോലും പറയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന വരികയാണ്. നാളെ ഒരു കാര്യം ചെയ്യുമെന്ന്, ഞാനത് നാളെ ചെയ്യുമെന്ന്, നിശ്ചയമായും ചെയ്യുമെന്ന് നീ ഒരിക്കലും പറഞ്ഞു പോകരുത്. തീർച്ചയായും അത് ചെയ്യുമെന്ന് ഒരിക്കലും പറഞ്ഞു പോകരുത്. എങ്ങനെയായിരിക്കണം? ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വിട്ടുപോയത്, പറയാൻ മറന്നുപോയത് ഇൻഷാ അല്ലാഹ്, നാളെ പറയാം എന്ന കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വിട്ടുപോയ കാര്യം. അത് പറയാത്തതിന്റെ പേരിൽ, അത് വിട്ടുപോയതിന്റെ പേരിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നാളുകൾ വഹിയില്ലാതെ കാത്തിരിക്കേണ്ടി വന്നത്. അതിനുത്തരം ലഭിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശത്രുക്കളുടെ മുമ്പിൽ പരിഹാസ്യരായി പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട്, അതല്ലെങ്കിൽ ഒരു മലയാളം പദം പോലെ പ്രയോഗിച്ചു പോരുന്ന ഒരു പദമാണ് ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. ഗൾഫിലൊക്കെ ജോലി ചെയ്തു വരുമ്പോൾ
അമുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ പോലും അവരുടെ സംസാരങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് എന്ന പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് നമ്മൾ കാണാം. ഒമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നതല്ലാത്ത ഒരു കാര്യവും നീ ഉദ്ദേശിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തക്വീറിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം അത് ഇൻഷാ അല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുവാനുള്ള അവിടെ ഒരു വൈകലുണ്ടായത്. അത് ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും ഉറപ്പിച്ച് പറയാൻ പാടില്ല ഇൻഷാ അല്ലാഹ് പറയാതെ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയേണ്ടത് അത് നമുക്കുറപ്പുള്ള വിഷയങ്ങളിലുമായിരിക്കണം എന്നുള്ളതാണ്. നാളെ ഞാൻ വരാം ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ ഒരാളോട് പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ മാനസികമായും ശാരീരികമായും അതിന് തയ്യാറായിരിക്കുന്നു. പക്ഷേ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ആ ഒരു വിശ്വാസത്തിലാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ അവിടെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നിട്ട് നമ്മൾ വെറുതെ ഒരു ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയുവാൻ പാടില്ല. അത് കളവായിട്ടായിരിക്കും രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിക്കേണ്ട കാര്യം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ആ രൂപത്തിലാണ് പറയുവാനായി നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ, പശു എന്നാണല്ലോ ബഖറയുടെ അർത്ഥം, ആ പേര് ആ സൂറത്തിന് വരാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്തും അവിടെയും നമുക്കൊരു ഇൻഷാ അല്ലാഹ് വായിച്ചെടുക്കാൻ സാധിക്കും. അതേപോലെ പ്രവാചകന്മാര് ആ ഒരു വിഷയത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് ഇസ്മായിൽ അലൈഹിസ്സലാം സതജുദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ഉപ്പയോട് കൽപ്പിച്ചത് ഉപ്പ ചെയ്യുക, നാളെ റബ്ബിന്റെ അടുക്കൽ വെച്ച് എന്നെ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ് എന്ന് ആ ഉറപ്പോടുകൂടി ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആ പശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. ബനൂ ഇസ്രായേലിൽ ഒരു പ്രശ്നമുണ്ടാകുന്നു. മൂസ അലൈഹിസ്സലാമയുടെ ജനത, അവരിലൊരു പ്രശ്നമുണ്ടാകുന്നു. ഒരാൾ വധിക്കപ്പെടുന്നു. ആ വധിച്ചത് ആരാണ് എന്ന് തെളിയിക്കപ്പെടണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തം അവിടെ തയ്യാറാക്കുകയാണ്, അവിടെ ഇറക്കുകയാണ്. അല്ലാഹു തആല ഒരു കൽപ്പന കൽപ്പിക്കുന്നു. എന്താണ്? ഒരു പശുവിനെ അറുക്കുക, എന്നിട്ട് ആ പശുവിന്റെ ഇറച്ചി എടുത്തുകൊണ്ട് ഈ മൃതശരീരത്തിൽ ഈ മരിച്ചയാളുടെ ദേഹത്ത് അടിക്കുക. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്ന് ആരാണ് മരിച്ചത് എന്ന് പറയുകയും പിന്നീട് വീണ്ടും മരണപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹിസ്സലാമയോട് പറയുകയും അത് ബനൂ ഇസ്രായേലുകാരോട് മൂസ അലൈഹിസ്സലാം പറയുകയും ചെയ്തു. ആ സമയത്ത് അവർ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അവരെ പിന്നീട് വീണ്ടും മൂസ അലൈഹിസ്സലാമയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ. അത് എങ്ങനെയുള്ള പശുവായിരിക്കണം, ഏത് ലിംഗത്തിലുള്ള, ഏത് വർണ്ണത്തിലുള്ള, ഏത് വലിപ്പത്തിലുള്ള പശുവായിരിക്കണം തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ. അല്ലാഹു പറഞ്ഞത് ഒരു പശുവിനെ അറുത്ത് അതിന്റെ ഇറച്ചി കൊണ്ട് അടിക്കുവാനാണ്. പക്ഷേ ഇവർ അധികരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കിട്ടാൻ പ്രയാസമായ ഒരു പശുവിന്റെ രൂപവും നിറവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. ആ സമയത്ത് അവര് ഇൻഷാ അല്ലാഹ് എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 70 മുതലുള്ള വചനങ്ങളിൽ നമുക്കത് കാണാം. 68 മുതലുള്ള വചനങ്ങൾ ഏകദേശം ആ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അതിനെ കിട്ടുകയാണ് എങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്ന പ്രകാരം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവസാനം കിട്ടുന്നുണ്ട്. ആ കിട്ടുന്നത് ദാരിദ്ര്യം പിടിച്ച് മാതാപിതാക്കളെ സംരക്ഷിച്ചു പോരുന്ന ഒരു ബാലന്റെ കയ്യിൽ നിന്നാണ്. അവന് ഒരുപാട് പണത്തിന്റെ ആവശ്യമുണ്ടായി. പക്ഷേ അവൻ എത്ര ചോദിച്ചിട്ടും അത് കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം എന്നോളം അല്ലാഹു തആല അവനും ഒരു സഹായമായി, എന്നാൽ ഇവരുടെ ഈ അധികരിച്ച ചോദ്യത്തിനുമുള്ള ഉത്തരവുമായി എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നടപ്പിലാക്കുകയാണ്. ആ പശുവിന്റെ തൂക്കത്തിന് സമാനമായ സ്വർണം
നൽകാമെന്ന് പറഞ്ഞ അവസാനം ആ പശുവിനെ കൊണ്ടുവരികയാണ്. ഈ സംഭവം വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒന്ന് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം കസറത്തു സുആലാണ്, അധികരിച്ച ചോദ്യമാണ്. നമ്മളിൽ പലരിലും നമ്മൾ പല വിഷയങ്ങളിലും ചോദിക്കുന്ന ചോദ്യമാണ് അധികരിച്ച ചോദ്യം. ഇസ്ലാം പഠിപ്പിച്ച അവിടെ നിൽക്കുക. അള്ളാഹ് പറഞ്ഞ ആ കാര്യം നടപ്പിൽ വരുത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഒരുപാട് കാലങ്ങൾ അലയേണ്ട ആവശ്യം വരില്ലായിരുന്നു. അവർക്ക് ഒരുപാട് പശുക്കളെ തെരഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. അള്ളാഹ് ആദ്യം പറഞ്ഞത് ഒരു പശുവിനെ അറുത്ത് അത് എങ്ങനെയുള്ള പശുവുമാകാം എന്നായിരുന്നു. പക്ഷേ അവരുടെ ചോദ്യം കാരണത്താൽ അതിന് നിറവും അതിന് വലിപ്പവും ഒക്കെ അവർ ചോദിച്ച് അവരെ കൊടുക്കുന്ന തരത്തിൽ അവർക്ക് ഒരുപാട് കാലം മലയേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, അന്ന് ലഭിക്കാത്ത ഒരുപാട് പണം കൊടുത്ത് അതിനെ സ്വന്തമാക്കേണ്ട അവസ്ഥയും അവർക്കുണ്ടായി എന്നുള്ളതാണ് അതിന്റെ വശം. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒന്ന് അധികരിച്ച ചോദ്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്, പൂർവികരായ സമൂഹത്തിന് അവരുടെ നാശത്തിന് കാരണമായത് കസറത്തു സുആലാണ്, അധികരിച്ച ചോദ്യമാണ്. എന്താണ് അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൃത്യമായ സംശയങ്ങൾ മാത്രമായിരിക്കണം ചോദിക്കേണ്ടത്. പല അധികരിച്ച ചോദ്യങ്ങൾ ചോദിക്കുക. പണ്ട് കാലങ്ങളിലൊക്കെ പലയിടങ്ങളിലുമൊക്കെ കാണാം അത്തരത്തിലുള്ള ചോദ്യം. ആ പള്ളിയുടെ ഉള്ളിൽ നിന്നും ഒരു മരം മുളക്കുന്നു, എന്നിട്ട് ആ മരത്തിന്റെ കൊമ്പ് പള്ളിയുടെ പുറത്തേക്കായി നിൽക്കുന്നു. ആ കൊമ്പിന്റെ മുകളിൽ ഈത്തികാഫിരുന്നാൽ ഈത്തികാഫ് സ്വീകരിക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇതൊക്കെ പണ്ടുമുണ്ട് ഇന്നുമുണ്ട്. പല നിലക്കുമുള്ള ചോദ്യങ്ങൾ. പടച്ചറബ് പഠിപ്പിച്ചെടുത്ത് നിൽക്കുക, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചവിടെ നിൽക്കുക. എന്തുകൊണ്ട് അങ്ങനെ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് അള്ളാഹു തആല നിഷേധിച്ചത് അവിടെ നിൽക്കുക. അധികരിച്ച ചോദ്യം വിശ്വാസികൾക്ക് പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം. രണ്ടാമത്തത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അവരവിടെ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരിക്കൽ പോലും അവർക്ക് ആ പശുവിനെ ലഭിക്കുകയില്ലായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കും. ഇൻഷാ അള്ളാഹ് എന്നവർ പറഞ്ഞ കാരണം കൊണ്ടാണ് അവർക്കവിടെ ആ പശുവിനെ ലഭിച്ചത് എന്ന് ഈ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഹദീസിലും നമുക്ക് ഇത് പ്രകാരമുള്ള കാര്യങ്ങൾ കാണാം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. അവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്ദേഹത്തിന് 70ഓളം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. ഈ 70ഓളം ഭാര്യമാർ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലോ അതല്ലെങ്കിൽ തിരു ഹദീസിലോ മാത്രമല്ല പഠിപ്പിക്കുന്നത്. അത് വെച്ചിട്ട് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിനെ മോശമാക്കുവാനും ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യം പരാമർശിച്ചത് പ്രവാചക ഹദീസിൽ മാത്രമല്ല, ക്രൈസ്തവരുടെ വേദക്കാരുടെ ബൈബിളിലും അത് പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരാമർശിക്കുന്നു 70-ലധികം ഭാര്യമാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ബൈബിളിലും നമുക്ക് കാണാം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരിലൂടെ കുതിരപ്പടയാളികളായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ ഞാൻ ഈ ലോകത്തിന് സംഭാവന ചെയ്യുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുകയാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഇൻഷാ അള്ളാഹ് പറഞ്ഞില്ല. അത് കാരണത്താൽ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ അവിടെ ആ ശിശുക്കൾ മരണപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അദ്ദേഹം ഇൻഷാ അള്ളാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും പ്രസവിക്കുകയും അവരെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാഠം അവസാനിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം അന്ത്യനാളുമായി ബന്ധപ്പെട്ട് യഅജൂജ് മഅജൂജുകളുടെ വരവാണ്. മസീഹ് ദജ്ജാൽ വന്ന് ദജ്ജാലിനെ കീഴ്പ്പെടുത്തി ഈസാ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തനുസരിച്ച് ഈ ഭൂമിയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യഅജൂജ് മഅജൂജുകളുടെ ഒക്കെ വരവ്. ആ സമയത്ത് അവരൊരു മതിലുകൾക്കുള്ളിലാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചത്. അത് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്. അവരവരുടെ മതിൽ ചുരന്ന് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവരെ
നാളെ വരാം ബാക്കി എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകും. അവർ തിരിച്ചുപോയി പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് അവർ തുറന്ന അതേ ഭാഗം അതേപോലെ അടഞ്ഞു കിടക്കുന്നുണ്ടാകും. അങ്ങനെ അവർ തിരിച്ചു പോയി. അങ്ങനെ അവസാനം അവർ വരുന്ന ദിവസത്തിന് തൊട്ടടുത്ത ദിവസം അവർ പറയും, ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ ഇതിൽ നിന്നും പുറത്തു കടക്കും. ആ കാരണം കൊണ്ടായിരിക്കും അവർ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന ആ കാരണം കൊണ്ടായിരിക്കും അവർ വരുന്ന ആ ദിവസം അവരതിൽ നിന്നും പുറത്തേക്ക് വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഗൗരവമാണ് ഈ ആയത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹി അല്ലാഹു തആല വൈകിപ്പിച്ചതിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ആയത്തുകളും നമ്മൾ വിശദീകരിച്ച ആയത്തുകളും ഹദീസുകളും ഒക്കെ അതിന്റെ ഗൗരവം നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ സ്ഥിരമായി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഉറപ്പുള്ള കാര്യങ്ങളെ നമ്മൾ അതിനുശേഷമേ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ പാടുള്ളൂ. നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിലും നമ്മൾ അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോൾ അത് കളവായി മാറും. അള്ളാഹുവിനെ ചേർത്തുകൊണ്ട് കളവ് പറയുന്നതിന്റെ ശിക്ഷ കൂടി നമ്മൾ അതിൽ അനുഭവിക്കേണ്ടി വരും എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽപ്രവർത്തികളും അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ വബഅദ്. ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന ഇൻഷാ അല്ലാഹുമായി ബന്ധപ്പെട്ട് അത് പ്രയോഗിക്കുന്നതിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചും അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പ്രയോഗിക്കാതിരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഗൗരവം എന്നുമൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് മാത്രമല്ല, നമുക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും കൃത്യമായി ഓരോ പ്രയോഗങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് മാത്രമായ അഭിവാദ്യമുണ്ട്. ഒന്നുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. ജൂതന്മാർ പരിഹസിച്ചു, എന്താണ് നിന്റെ മുഹമ്മദ് മൂത്രമൊഴിച്ചു കഴിഞ്ഞ് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളാണോ പഠിപ്പിക്കുന്നത് എന്ന്. പ്രവാചകന്റെ സ്വഹാബ മറുപടി നൽകുന്ന, അതെ, അതും അതിനപ്പുറമുള്ളതും എല്ലാം ഒരു കാര്യം പോലും വിട്ടുപോകാതെ ഞങ്ങളുടെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന, അതല്ലെങ്കിൽ ഒരു കൃത്യമായ ഐഡന്റിറ്റിയുള്ള സമൂഹമാകുന്നു നാം അടങ്ങുന്ന മുസ്ലിം സമൂഹം. നമുക്ക് നമ്മുടേതായ അഭിവാദ്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ പ്രയോഗങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ ചര്യകളുണ്ട്. അതൊക്കെ കൃത്യമായി നമ്മൾ പറയാറുണ്ടോ, ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. വിശ്വാസികൾ തന്നെ പരസ്പരം കാണുമ്പോൾ എത്ര കണ്ട് നമ്മൾ സലാമിനെ അധികരിപ്പിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. ഇത്രയും ഭംഗിയുള്ള, ഇത്രയും സുന്ദരമായ, റബ്ബിന്റെ കാരുണ്യവും ബർക്കത്തും സമാധാനവും തന്റെ സഹോദരന് ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തുടങ്ങുന്ന അഭിവാദ്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മൾ. അങ്ങനെ മറ്റാരിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ നമ്മിൽ അധികവും അതൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ അതെല്ലാം മാറ്റി നിർത്തി പാശ്ചാത്യരുടെ അഭിവാദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. രാവിലെകളിൽ, അതുപോലെ വൈകുന്നേരങ്ങളിൽ, ഉച്ചയ്ക്ക് ശേഷം ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഇടങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ നമുക്കിടയിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പോലും അത് ഉപയോഗിക്കുന്നില്ല. കുട്ടികളെ ചെറുപ്പം മുതൽ
സലാം പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ പാശ്ചാത്യ അഭിവാദ്യങ്ങൾ പഠിപ്പിക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും രക്ഷിതാക്കളും കുട്ടികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഹായ് ഹലോ അതുപോലെയുള്ള അഭിവാദ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത്. സലാം പറഞ്ഞ് എത്ര മെസ്സേജുകൾ നമ്മൾ അയക്കാറുണ്ട്. ദമ്പതികൾ പരസ്പരം കാണുമ്പോൾ എല്ലാ ദിവസവും എന്നോളം ഏറ്റവും അധികം കണ്ടുമുട്ടുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാർ. അവർ തമ്മിൽ കാണുമ്പോൾ എത്രയധികം നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് എത്ര കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാറുണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കുക. നമുക്കിടയിൽ ഐക്യവും നമുക്കിടയിൽ സാഹോദര്യവും നിലനിൽക്കാൻ അശ്ഫസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ സ്വഹാബ അവർ പരസ്പരം കാണുമ്പോഴൊക്കെയും സലാം പറയുകയും ചെയ്തിരുന്നു. മാത്രമല്ല അവർ രണ്ടുപേർ ഒരുമിച്ച് നടന്നു പോകുന്നു, അവരെ വേർതിരിക്കുന്ന തരത്തിൽ ഏതെങ്കിലും മതിലോ ഏതെങ്കിലും വൃക്ഷമോ ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് അവർ വീണ്ടും സംഗമിക്കുമ്പോൾ അവർ സലാം പറഞ്ഞിരുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ സലാമിനെ വ്യാപിപ്പിക്കുകയും സലാം പറയുകയും ചെയ്തിരുന്നവരായിരുന്നു പൂർവികരായ സലഫുകളായ സ്വഹാബ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്രകാരം അള്ളാഹുവിന്റെ റസൂലും നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. സലാം, ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റുകൾ, ഇതൊക്കെ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പം മുതലേ അതൊക്കെ ദീനീപരമായി നമ്മൾ നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകി പഠിപ്പിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം നൽകുമ്പോൾ, മക്കളെ മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ, കുട്ടികൾ മദ്രസയിൽ പോയി പഠിക്കുന്നു, അവരെ പഠിച്ചു വരുന്നു, അവരെ പഠിപ്പിക്കുന്നു, അവർ മദ്രസയിൽ ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് നല്ല മാർക്കൊക്കെ വാങ്ങുന്നു. പക്ഷെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്, അത് ജീവിതത്തിൽ ഞാൻ എങ്ങനെ പ്രായോഗികവൽക്കരിക്കണം, ഞാൻ എൻ്റെ മക്കളെ അതിനനുസരിച്ച് എങ്ങനെ മാറ്റണം എന്ന് എത്ര രക്ഷിതാക്കൾക്കറിയാം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. അതുകൊണ്ട് തന്നെ മക്കൾക്ക് മദ്രസയുള്ളത് പോലെ തന്നെ ദീനീപരമായ കാര്യങ്ങൾ രക്ഷിതാക്കളും അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടി KNM കാക്കനാട് മണ്ഡലത്തിന്റെ കീഴിൽ മദ്രസ എംപവറിംഗ് പ്രൊജക്ട് എന്ന ഒരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. അതിന്റെ കീഴിൽ പാരൻസിന് വേണ്ടിയുള്ള ഒരു പാരൻസ് മദ്രസ സംവിധാനം ആരംഭിക്കുന്നുണ്ട്. ഇന്ന് ഇശാ നമസ്കാര ശേഷം കാക്കനാട് NGO കോട്ടേഴ്സിൽ സലഫി മദ്രസയിൽ വെച്ച് അതിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിനുശേഷം ഓൺലൈനായും ഓഫ്ലൈനായും വ്യത്യസ്ത സമയങ്ങളിൽ രക്ഷിതാക്കൾക്ക് കൃത്യമായി ദീനീപരമായി മക്കളെ എങ്ങനെ വളർത്താമെന്ന, അത് നമ്മൾ എങ്ങനെ പ്രായോഗികവൽക്കരിക്കണം എന്ന തരത്തിലുള്ള മൊഡ്യൂളുകൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ചർച്ച ചെയ്ത് പഠിപ്പിച്ച് നല്ല രക്ഷിതാക്കളായി വാർത്തെടുക്കുവാനുള്ള പരിശീലനം നൽകുന്നുണ്ട്. എല്ലാ ആളുകളും അതിന്റെ ഭാഗവാക്കാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ കുടുംബത്തെയും ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിച്ച് എല്ലാ വാതിലുകളിൽ നിന്നും മലായിക്കത്തുകൾ സലാമുൻ അലൈക്കും ബിമാ സബർത്തും എന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്ന ആ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഏറെ പുറക്കുന്ന രക്ഷിതാവ്, എല്ലാം അറിയുന്ന തമ്പുരാനെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണെന്നത് ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുവാൻ ഒരു വ്യക്തിയോ ഒരു ശക്തിയോ ഇല്ല റബ്ബേ. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എത്രയോ ആളുകൾ, ഞങ്ങളുടെ രക്ഷിതാക്കൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരുപാട് ആളുകൾ, മാതാപിതാക്കൾ പലരും ഇന്ന് ബർസഖി ലോകത്താണ്. അവരുടെ ബർസഖിന്റെ ലോകം നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരുടെ ബർസഖിന്റെ ലോകം നീ സന്തോഷത്തോപ്പാക്കി സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. നാളെ ഞങ്ങളും ബർസഖിന്റെ ലോകത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അപ്രകാരം സന്തോഷമുള്ള ബർസഖിന്റെ ലോകം നീ ഞങ്ങൾക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. വിചാരണയുടെ ദിവസം സുഗമമായി വിചാരണ നടത്തി അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ, റബ്ബേ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ചെന്നു ചേരുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നരകാഗ്നി താങ്ങുവാനുള്ള കരുത്ത് ഞങ്ങളുടെ ശരീരത്തിനില്ല റബ്ബേ, ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ.
സാമ്പത്തികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കച്ചവടത്തിൽ മാന്ദ്യം അനുഭവിക്കുന്നവർ, റബ്ബേ എല്ലാ ആളുകളുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗികൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സമ്പത്തിൽ എല്ലാവർക്കും നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സാമ്പത്തികമായ വളർച്ച അത് നാളെ പരലോകത്ത് ഉപകരിക്കുന്ന തരത്തിൽ ഞങ്ങളുടെ സമ്പത്തിൽ നീ ബർക്കത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق محمد والحمد لله رب العالمين والسلام على